വേടൻ 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 ഇന്ന് മൊത്തം സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വേടനാട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം വേടന് മുൻപ് ഒരു കേസുണ്ടായിരുന്നു. അതിൽ നിന്ന് വേടൻ തൽക്കാലം മാറി നിൽക്കായിരുന്നു. അപ്പോൾ അടുത്തൊരു കേസ് വന്നു. ഈ കേസിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ മൊത്തം കേരളത്തിൽ ബെസ്റ്റായിട്ട് അതിബെസ്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ലോക്ക് വന്നിട്ടുള്ളത്. മറ്റൊന്നല്ല, യുവനടി അല്ലല്ലല്ല, പ്രാവശ്യം യുവനടി അല്ല കേട്ടോ, യുവ ഡോക്ടറാണ്. നടിമാരൊക്കെ കുറച്ച് തിരക്കില്ല, ഒത്തിരി സിനിമകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടിമാരിന് ഇത്തരം കേസുകളായിട്ട് കോടതി പിടിച്ച് ചവിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ യുവ ഡോക്ടർ പീഡന കേസിന് കളിയില്ലേ, ഇതാണ് കേരളത്തിലെ ഫൈനൽ ടൂളാണ്. പുരുഷന്മാർക്കെതിരെ ഇറക്കുന്ന വലിയൊരു സാധനമാണ്. അങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ചിട്ട് പഠിക്കാൻ പറ്റിയൊരു ടൂളാണ് പീഡനം എന്ന് പറഞ്ഞാൽ. ഈ പീഡനത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോയി സമയം കളയണ്ട, ജസ്റ്റ് SMS വിട്ട് കഴിഞ്ഞാലും ജാമ്യമില്ലാ കേസുകൾ പുരുഷന്മാർക്കെതിരെ എടുക്കാം, പെട്ടെന്ന് എടുക്കും, വലിയ സമയമൊന്നും വേണ്ട. ടച്ച് പരിപാടിയും നൽകും, പൊക്കി എങ്ങനെ ഉള്ളിലിടും ചെയ്യും. 2 ദിവസം മുൻപ് ഒരു വീഡിയോ ഉണ്ട്. ഒരു വൃദ്ധൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ പിയൂണായിട്ടോ ജോലി ചെയ്യുന്നൊരു വൃദ്ധനെതിരെ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കാമുകനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തു. വൃദ്ധനുള്ളിലായി 9 മാസമാട്ടോ കിടന്നത്. അത് കഴിഞ്ഞ് ട്രെയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധൻ്റെ കോലം കണ്ട് സങ്കടമായിപ്പോയി. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. മനസ്സല്ലേ, അലിഞ്ഞു പോകും. ആൾ പുറത്തിറങ്ങി. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ സമൂഹത്തിൽ എല്ലാവരും ആളെ അടുത്ത് പുറത്തിട്ട് കളഞ്ഞു. ആളെ കുടുംബം മാത്രമേ ആളെ കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം കുടുംബക്കാർക്ക് അയാൾ അറിയാവുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഇപ്പോൾ വേടനാവട്ടെ, വളർന്നു വന്നിട്ടുള്ളവരാവട്ടെ, പ്രശസ്തിയിൽ നിൽക്കുന്നവരാവട്ടെ, സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ എടുക്കുന്നൊരു ടൂളാണ് ഈ പീഡനം എന്ന് പറഞ്ഞ ടൂള്. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തും, ക്ലബ്ബുകളിൽ നിന്ന് വരെ മാറ്റി നിർത്തും അല്ലേ. വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണ് കേരളത്തിൽ സ്ത്രീകൾ ഈ പീഡനം എന്ന് വെച്ചുകൊണ്ടിട്ടുള്ള ടൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കെതിരെ ബെസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന, പോയിന്റ് ബ്ലാങ്കിലൊക്കെ പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നിങ്ങൾ ചെയ്തുകൊള്ളൂ. പക്ഷേ നിങ്ങൾ അറിയാത്തൊരു സത്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. ഇത് ആവശ്യം വരുന്ന യഥാർത്ഥ പെയിൻ കിട്ടിയിട്ടുള്ള സ്ത്രീകൾ ഇത്തരം കേസുമായിട്ട് സമൂഹത്തിലോട്ട് വരുമ്പോൾ നിങ്ങളെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ജനം, ഞങ്ങൾ പുരുഷന്മാർ അവരെയും കാണാം. ഞങ്ങളിത് വിശ്വസിക്കില്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ രീതി നിങ്ങൾ തന്നെ ചിന്തിക്കുക, അത് ശരിയാണോ എന്ന്. എത്ര കേസായി നമ്മുടെ സമൂഹത്തിൽ, എത്ര കള്ളക്കേസുകളാണ് ഈ പീഡനമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത്. ഇതിന് പിന്നിൽ നടക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അവർക്കും കുടുംബമില്ലേ, കൂട്ടുകാരില്ലേ, സമൂഹത്തിലിറങ്ങി നടക്കേണ്ടേ? എന്താ ശരിയല്ലേ? അപ്പോൾ ശരി.